CBR 250R ചെയിൻ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ചെയിൻ നല്ല ലൂസ് ടൈറ്റ് ആയിട്ടുണ്ട്, ഒപ്പം നല്ല സ്ലാക്കും ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യമേ വണ്ടി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി പൊക്കി വെക്കണം. വണ്ടി പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ റിസർവോയറിൻ്റെ ഒരു എട്ടുണ്ട്, ആ എട്ടഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ക്ലാമ്പിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഒരു കമ്പി കയറ്റിയിട്ട് രണ്ട് സൈഡിലും ഒരു കസേര വെച്ചിട്ട് ഹൈറ്റ് കൂട്ടി ഇങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ വണ്ടി മറിയാതെ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹോണ്ടയുടെ ഒറിജിനൽ ചെയിൻ സ്പ്രോക്കറ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 1643 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നമ്മളിത് ഹോണ്ടയുടെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിനുണ്ട്, ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഉണ്ട്, റിയർ സ്പ്രോക്കറ്റ് ഉണ്ട്. ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ലോക്ക് വാഷറുണ്ട്, അതിൻ്റെ നട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻഡ്ലെസ് ചെയിനാണ്. എൻഡ്ലെസ് ചെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മാസ്റ്റർ ലിങ്ക് ഉള്ള ടൈപ്പ് ചെയിൻ വരാറുണ്ട്. മാസ്റ്റർ ലിങ്ക് ഉള്ള ടൈപ്പ് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ കട്ടിങ്ങും റിവറ്റിങ്ങും ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ചെയിന് അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ വണ്ടിയുടെ സ്വിങ് ആം അഴിച്ചിട്ടാണ്. അതിനാണ് നമ്മൾ ആദ്യമേ അത് പൊക്കി വെച്ചിരിക്കുന്ന വണ്ടി. പിന്നെ ഇതിടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ണി എടുത്തിട്ട് ഒരു മാസ്റ്റർ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹോണ്ടയ്ക്ക് ജെനുവിനായിട്ടൊരു മാസ്റ്റർ ലിങ്ക് ഇല്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൾസർ 220യുടെ ഒരു ചെയിൻ ലിങ്ക് മാസ്റ്റർ ലിങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം ഇതിന് കറക്റ്റാണ്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒരു ഹാക്ക് എന്നുള്ള രൂപത്തിൽ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഞാനിപ്പോൾ വെറുതെ വാങ്ങിച്ചതാണ്, കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് സ്വിങ് ആം അഴിച്ചിട്ട് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ വീലൂരിയിട്ട് നമ്മളതിൻ്റെ ആക്സിൽ ഊരിയെടുക്കുന്നു. ആക്സിൽ ഊരിയ ശേഷം നമ്മൾ ടയർ ഹഗ്ഗർ ഊരുന്നു. ടയർ ഹഗ്ഗർ ഊരിയതിന് ശേഷം നമ്മൾ ബാക്കി നമ്മുടെ പുറകിലെ ചെയിൻ അഡ്ജസ്റ്റിങ്ങിൻ്റെ അതും കൂടെ ഊരി വെളിയിലേക്ക് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീലിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയിൻ ലൂസാവും. ചെയിൻ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ റിയർ സ്പ്രോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടയർ ഇവിടേക്ക് ഈസി ആയിട്ട് പോരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ സ്പ്രോക്കറ്റ് സൈഡിലും ഡിസ്കിൻ്റെ സൈഡിലും നമുക്ക് ഓരോ ഇരുമ്പിൻ്റെ ബുഷ് ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് സ്പേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്പൈസറിന് രണ്ടിനും രണ്ട് കനമാണ്. ലെഫ്റ്റ് സൈഡിലെ കനക്കുറവും റൈറ്റ് സൈഡിലെ കനക്കൂടുതലുമാണ്. അത് തിരിച്ച് കയറ്റുമ്പോൾ മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മുടെ ബ്രേക്കിൻ്റെ അതായത് കാലിപ്പറിൻ്റെ പൈപ്പ് മാറ്റണം. പൈപ്പ് ഒരു ക്ലിപ്പ് സ്വിങ് ആമയിലേക്ക് വെച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടി വരാം. അപ്പോൾ ഇത് ടയർ ഹഗ്ഗറിൻ്റെ ഇടയ്ക്കൂടിയാണ് വരുന്നത്. സോ ആ ക്ലിപ്പ് ഊരിയെടുത്ത ശേഷം നമ്മൾ ടയർ ഹഗ്ഗറിൻ്റെ ഇടയ്ക്ക് നിന്ന് അത് വെടിയിച്ച് കാലിപ്പർ നമ്മൾ മാറ്റി വെക്കണം. ആദ്യമേ ഊരി വെച്ചിരുന്ന ടയർ ഹഗ്ഗർ നമ്മൾ പൂർണ്ണമായിട്ടും വണ്ടിയിൽ നിന്നും വിടുവിച്ച് മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്വിങ് ആം അഴിച്ചു മാറണം. അതിനായിട്ട് നമ്മളൊരു 14 17 എടുത്തിട്ട് എല്ലിങ്കിൻ്റെ ഫൗണ്ടേഷൻ, മുകളിലത്തെ ഫൗണ്ടേഷൻ നമ്മൾ ആദ്യമേ അഴിച്ചു മാറ്റുന്നു. അതിനുശേഷം എല്ലിങ്കിൻ്റെ താഴത്തെ ഫൗണ്ടേഷനും നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ രണ്ട് കുഞ്ഞ് ബോൾട്ടുകൾ വെളിയിലേക്ക് എടുക്കുക. എല്ലിങ്ക് നമ്മുടെ സ്വിങ് ആമിൽ നിന്നും ഊരി വിട്ട് കഴിഞ്ഞാൽ സ്വിങ് ആം കംപ്ലീറ്റ്ലി ഫ്രീ ആവും. ഇനി നമുക്ക് സ്വിങ് ആമിൻ്റെ മെയിൻ ബോൾട്ടും നട്ടുമാണ് അഴിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്വിങ് ആമിൻ്റെ ക്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്പുകൾ തട്ടി ഊരുക. ക്യാപ്പുകൾ തട്ടി ഊരിയ ശേഷം നട്ടഴിച്ചെടുക്കുക. നട്ടഴിച്ചിട്ട് ഒരു വശത്തുനിന്ന് എന്തെങ്കിലും വെച്ച് പതുക്കെ തള്ളിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വശത്തേക്ക് സ്വിങ് ആം ഊരി വരും. സ്വിങ് ആമിൻ്റെ ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. ഷോക്ക് പുറകോട്ട് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് അതിൻ്റെ ഇടയ്ക്കൂടെ കയറിക്കോളും, സ്വിങ് ആമിൻ്റെ ഫ്രണ്ടിലെ സ്പേസിൻ്റെ ഇടയ്ക്കൂടെ. അതിനുശേഷം ചെയിന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ സ്വിങ് ആം ഫ്രീ ആയി. അതിനുശേഷം ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് അഴിക്കാൻ വേണ്ടി ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റിൻ്റെ കവർ ആദ്യം ഊരുക. കവർ ഊരിയതിന് ശേഷം 2 10 ആ 2 10 ഊരുക. 2 10 ഊരിയ ശേഷം നമ്മുടെ ചെയിൻ ലോക്കിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ചെയിൻ ലോക്ക് വളരെ ഈസി ആയിട്ട് കൈകൊണ്ട് തന്നെ പുറകോട്ട് ഊരിപ്പോരും. അതിനുശേഷം നമ്മളുടെ മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് ആ ചെയിനും ആ സ്പ്രോക്കറ്റ് അസംബ്ലിയും എല്ലാം കൂടെ ഊരിയെടുത്തിട്ട് ബാക്കിലേക്ക് ഊരിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ശേഷം നമ്മുടെ മുമ്പ് വശത്തെ സ്പ്രോക്കറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അവിടെ ഒരുപാട് ഡട്ട് ഉണ്ടാവും. ഞാൻ പെട്രോളാണ് ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. CBR സ്വിങ് ആമിൻ്റെ ഒരു വശത്ത് നീഡിൽ ബെയറിങ്ങും ഒരു വശത്ത് ഡബിൾ ബെയറിങ്ങാണ് വരുന്നത്. അപ്പോൾ നീഡിൽ ബെയറിങ്ങിൻ്റെ സ്ലീവ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നീഡിൽ ബെയറിങ് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ രണ്ട് വശവും നമ്മൾ ഗ്രീസ് ചെയ്ത് അത്യാവശ്യം ഫ്രീ ആക്കുക. അപ്പം എൻ്റെ വണ്ടിയുടെ നീഡിൽ ബെയറിങ്ങിൻ്റെ സ്ലീവേൽ ഓൾറെഡി നല്ല പാട് വീണിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും അത് മാറുന്നില്ല. അത് അത്യാവശ്യം പേപ്പർ പിടിച്ച് ക്ലീനാക്കി ഞാൻ കയറ്റുകയാണ്.
എല്ലാ സ്ലീവുകളും അത് കയറി കിടക്കുന്ന ഹോളുകളും എല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ സിങ്കാമിൻ്റെ 2 സൈഡിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്ലീവുകളെല്ലാം പ്രോപ്പറായിട്ട് തിരിച്ച് റീഇൻസ്റ്റാൾ. ഇനി നമ്മൾ റീഇൻസ്റ്റലേഷനാണ്. സോ ഫ്രണ്ട് സ്പ്രോക്കറ്റും ചെയിനും ആദ്യം നമ്മൾ ഊരിയെടുത്ത അതേ രീതിയിൽ പുറകിൽ കൂടെ കൊണ്ടുവന്ന് മുമ്പിലത്തെ സ്പ്രോക്കറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്പ്രോക്കറ്റിൻ്റെ ലോക്കിട്ട് 2 പത്തും നന്നായിട്ട് മുറുക്കി. റിയർ സ്പ്രോക്കറ്റ് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സ്വല്പം പാടുണ്ട്. അതുകൊണ്ട് നമ്മൾ അലങ്കി കൊണ്ട് ഒരു സൈഡ് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് മറു സൈഡിൽ നമ്മുടെ കോമ്പിനേഷൻ സ്പാനർ ഉപയോഗിച്ചിട്ട്, ഇത് ടൈറ്റ് ആയിരിക്കും, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിവറേജും കൂടെ ഉപയോഗിച്ചിട്ട് നട്ടുകളെല്ലാം അഴിച്ചെടുക്കുക. ഇൻസ്റ്റലേഷൻ അഴിച്ചെടുത്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അപ്പോൾ ജസ്റ്റ് സൈഡ് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ സ്വിങ്ങാം തിരിച്ച് അഴിച്ചെടുത്ത പോലെ തന്നെ ചെയിൻ ആദ്യം ഇടയിൽ കൂടെ കയറ്റിയിട്ട് നമ്മുടെ ഷോക്കിൻ്റെ ഇടയിൽ കൂടെ എല്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ സ്വിങ്ങാം തിരിച്ച് കയറ്റുവാണേ. സിങ്ങാം പൊസിഷനിൽ പിടിച്ച് സിങ്ങാമിൻ്റെ ബോൾട്ട് കയറ്റി അതിനുശേഷം നമ്മുടെ എല്ലിങ്കിൻ്റെ അടിയിലത്തെ ആദ്യം കയറ്റി അതിനുശേഷം മുകളിലത്തെ കയറ്റി ബാക്കി നട്ടിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ മുറുക്കിയിട്ടുണ്ട്. സിങ്ങാമിൻ്റെ ബോൾട്ടും ബാക്കിയുള്ള നട്ടുകളും എല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവറൊക്കെ റീഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ബാക്കിലത്തെ വീലിടുമ്പോൾ ആക്ച്വലി ആ കാലിപ്പർ നമ്മളുടെ കറക്റ്റ് ഒരു സ്ലോട്ടുണ്ട്, ആ സ്ലോട്ടിൻ്റെ അകത്ത് കയറി കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ചെയിൻ നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു. അതായത് പുറകോട്ട് വലിച്ച് ടൈറ്റ്നെസ് വെച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റ്നെസ് വെക്കുന്നു. ടൈറ്റ്നെസ് വെച്ചതിന് ശേഷം നമ്മൾ 2 സൈഡിലും നമ്മളുടെ ചെയിൻ അഡ്ജസ്റ്റർ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ബാക്കിലത്തെ നമ്മളുടെ ആക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ചെയിൻ ആവശ്യത്തിന് ടൈറ്റ്നെസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുക.